ചിന്നക്കനാലിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ചിന്നക്കനാൽ പഞ്ചായത്തിൽ 4 തലമുറകളായി താമസിച്ചു വരുന്ന തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നുവെന്നാരോപിച്ച പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ഉദ്യോഗസ്ഥരുടെ സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ചിന്നക്കനാലിൽ നിരവധി കുടുംബങ്ങൾ പതിറ്റാണ്ടുകളായി താമസിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നതിൽ കടുത്ത തടസ്സങ്ങളാണ് നേരിടുന്നതെന്ന് യോഗത്തിൽ ആരോപിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ NOC ലഭിക്കാത്തതിനാൽ ലൈഫ് പദ്ധതിയിൽ പോലും വീടുകൾ നിർമ്മിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ വൈദ്യുതി കണക്ഷൻ ലഭിക്കണമെങ്കിൽ റവന്യൂ വകുപ്പിന്റെ അനുമതി നിർബന്ധമാണെന്നും അതും പലർക്കും ലഭിക്കുന്നില്ലെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. 3-4 തലമുറകളായിട്ട് ജീവിച്ചു വരുന്ന നമ്മുടെ തോട്ടം തൊഴിലാളികൾ അവർക്ക് ലൈഫിൽ ഒരു വീട് കിട്ടിയാൽ അതിന് NOC കൊടുക്കാനോ മറ്റു പ്രവർത്തനങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് എല്ലാത്തിനും ഈ ചിന്നക്കനാൽ പഞ്ചായത്തിനെ അപേക്ഷിച്ച് അവർക്ക് ഒരു മേഖലയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തോട്ടം തൊഴിലാളികൾ പണിയെടുത്ത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ആ ലൈൻസിന്റെ വീടുകളേ ഉള്ളൂ. അവിടുത്തെ അവരുടെ റിട്ടയർമെന്റ് കഴിഞ്ഞ് അവർക്ക് കയറി കിടക്കാൻ ഒരു കുടിലെന്ന് പറയുന്ന അവർക്കില്ല. അപ്പൊ ലൈഫ് മുഖാന നമ്മൾ വീടുകൾ കൊടുത്തിട്ട് അതിന് NOC കിട്ടുകയോ അതിന് മറ്റു ആനുകൂല്യങ്ങൾ കിട്ടുവാനോ സാധിക്കുന്നില്ല. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവരുടെ ഏകാധിപത്യം അവസാനിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചിന്നക്കനാൽ എന്ന് പറയുന്നത് ഒരു ടൂറിസം മേഖലയാണ്. ടൂറിസത്തിൽ നമുക്ക് ടെന്റ് ക്യാമ്പും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാത്തിനും തടയിടുകയാണ്. ഒന്നും ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആ ടെന്റ് മുഖേന കുറെ ആളുകളുടെ ജീവിതം അവിടുത്തെ ജോലി കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നല്ല പഠിച്ചിറങ്ങിയ കുട്ടികളാണ് അവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അവർക്ക് പോലും അത് ജീവിക്കാൻ പറ്റുന്നില്ല. ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നാട്ടുകാർക്കും വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത്. ടെന്റ് പോലുള്ള താൽക്കാലിക നിർമ്മിതികൾക്ക് പോലും റവന്യൂ വകുപ്പ് അനുമതി നൽകുന്നില്ലെന്നാണ് ആരോപണം. ഇതിന്റെ ഫലമായി ഹോം സ്റ്റേ, സാഹസിക വിനോദസഞ്ചാര പദ്ധതികൾ തുടങ്ങി നിരവധി ടൂറിസം പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനോ വികസിപ്പിക്കുവാനോ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ചിന്നക്കനാൽ പഞ്ചായത്തിലെ ഒരു തൊഴിലാളിക്കും വീട് വയ്ക്കാനുള്ള സൗകര്യമോ സ്ഥലമോ കണ്ടെത്തി ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ ഇപ്പോൾ റിട്ടയർഡ് 60 കൊല്ലമായിട്ട് റിട്ടയർഡ് കഴിയുവാണെങ്കിൽ വീടടയ്ക്കാതെ ഇപ്പോൾ 10 കൊല്ലമായിട്ട് ഗ്രാറ്റുവിറ്റി മേടിക്കാതെ തന്നെ അവിടെ നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ കമ്പനിക്കാർ തന്നെ ഇപ്പോൾ IP പരാതി പറഞ്ഞ് പാലക്കാട്ടിലേക്ക് പോയി കോടതിയിൽ പോയി പൈസ സമർപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. വീട് ഒളിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അവരുടെ റിട്ടയർമെന്റ് തന്നെ അവിടെ കൊടുക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കൂടാതെ ചില പരിസ്ഥിതി സംഘടനകൾ ഇടപെട്ട മുത്തമ്മ കോളനി ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിലെ പട്ടയങ്ങൾ റദ്ദാക്കാൻ ശ്രമം നടത്തുകയാണെന്ന ആശങ്കയും യോഗത്തിൽ ഉയർന്നു. അതേസമയം വനം വകുപ്പ് പ്രദേശവാസികളെ കുടിയൊഴിപ്പിക്കുവാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു. ഇപ്പൊ തന്നെ ചിന്നക്കനാൽ മേഖലയ്ക്ക് മുത്തമ്മ കോളനിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പട്ടയം കൊടുത്തപ്പം ആ പട്ടയം സ്റ്റേ മേടിക്കാനുള്ള സംവിധാനത്തിലേക്കാണ് വൺ ലൈഫ് വൺ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി പോയേക്കുന്നത്. അപ്പം ഈ ചിന്നക്കനാൽ മേഖലയിൽ ഒരു റിസോർട്ടോ ടെന്റ് ക്യാമ്പിങ്ങോ ഒരു വികസനവും വരാൻ പാടില്ല. റോഡ് വന്നാൽ റോഡ് തടസ്സപ്പെടുത്തുക, വീട് വന്നാൽ വീടിനെ തടസ്സപ്പെടുത്തുക. അപ്പം ഇങ്ങനത്തുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വിവിധ സംഘടനകളുടെ സർക്കാരിൽ കേസ് കൊടുത്ത് ഇവിടെ വരുന്ന വികസനങ്ങൾ തടയുന്ന ഈ സംഘടനകളുടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ സംഘടനകൾക്ക് എതിരായും ഈ സർക്കാരിനെതിരായും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞതുപോലെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ ഇവിടെയുള്ള സർവ്വ പാർട്ടികളുടെ തീരുമാനപ്രകാരം ഒരു സമരത്തിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ചിന്നക്കനാൽ മേഖലയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ലൈഫ് മിഷന്റെ NOCയും കറണ്ടും ഇവിടെയുള്ള ടൂറിസം മേഖലയ്ക്കുള്ള അനുവാദവും നൽകണമെന്ന് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് കളക്ടറോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നാട്ടുകാരുടെ ജീവിതാവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സർവകക്ഷി യോഗം അറിയിച്ചു. രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം വ്യാപാരി സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ, പ്രദേശവാസികളിൽ നിന്നും സമരത്തിൽ പങ്കുചേരുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട സർക്കാരുകൾക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലുള്ള സമരങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ സാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അന്തോണി രാജു, പ്രതിപക്ഷ അംഗം വേൽമണി എന്നിവർ സംസാരിച്ചു. നിരവധി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വ്യാപാര സംഘടന, ട്രേഡ് യൂണിയൻ നേതാക്കളും പ്രദേശവാസികളും പങ്കെടുത്തു. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.